കൊല്ലം നീണ്ടകര സെന്റ് ആഗ്നസ് സ്കൂളിന് മുന്നിൽ തർക്കം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPM പ്രവർത്തകനും തമ്മിലാണ് തർക്കമുണ്ടായത്. പോളിംഗ് ബൂത്തിന് 200 മീറ്റർ ചുറ്റളവിൽ നിന്ന് വോട്ട് അഭ്യർത്ഥിച്ചുവെന്നാണ് സ്ഥാനാർത്ഥിയുടെ പരാതി. പോലീസ് ഇടപെട്ട് ഇരു കൂട്ടരെയും മാറ്റി. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നുണ്ട്. മനോജ്, എന്താണ് തർക്കം? അപ്പോൾ പിന്നിൽ നല്ല വോട്ടർമാരുടെ എണ്ണമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ആ തർക്കത്തെക്കുറിച്ച് പറയാം. കൃഷ്ണരാജ്, നീണ്ടകര സെൻറ്റ് ആഗ്നസ് സ്കൂളിന് മുന്നിലാണ് ഒരു തർക്കമുണ്ടായത്. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ CPM പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഈ വോട്ടിംഗ് നടക്കുന്ന കേന്ദ്രത്തിൻ്റെ ഉള്ളിൽ വെച്ച്, അതായത് ഇതിന് സമീപം 100 മീറ്റർ ചുറ്റളവിൽ സ്ഥാനാർത്ഥി അല്ലാതെ അല്ലെങ്കിൽ മറ്റാരും പാർട്ടി പ്രവർത്തകരാരും പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. ആ കോമ്പൗണ്ടിൽ തന്നെ അവിടെ വെച്ച് വോട്ടർമാരോട് വോട്ട് ചോദിക്കാനും പാടില്ല, അത്തരത്തിൽ പ്രചാരണങ്ങളും ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായി CPM പ്രവർത്തകർ അവിടെ ഈ വോട്ട് പിടിക്കുന്നു എന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവിടെ പരാതി പറഞ്ഞത്. അതിനുശേഷം പിന്നീട് തമ്മിലൊരു തർക്കമുണ്ടാവുകയായിരുന്നു. ആ തർക്കത്തിനൊടുവിലാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് മാറ്റി വിടുകയുണ്ടായത്. അതായത് ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിവിധ മുന്നണികളുടെ പ്രവർത്തകർ നിൽക്കുന്നുണ്ടായിരുന്നു വോട്ടർമാരെ കാണുവാനായി. അത്തരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിന്നീട് അത് സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് കൃത്യമായ സമയത്ത് ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടത്താനത്താണ്. പട്ടത്താനം SNDP സ്കൂളിലാണ് ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള വോട്ടർമാർ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് തന്നെ. ഇനിയും കുറച്ചുപേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മികച്ച പോളിംഗ്, കൊല്ലം നഗരത്തിലും അത് തന്നെയാണ്, മികച്ച പോളിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യ മണിക്കൂറുകളിൽ. എന്തായാലും വിവിധ ഇടങ്ങളിലേക്ക് എത്തുമ്പോഴും ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങളൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ വിവിധ ഇടങ്ങളിലായി എത്തുന്നുണ്ട്. ഇവിടെ അല്പസമയത്തിനകം M മുകേഷ് MLA എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഓരോരുത്തരായി തങ്ങളുടെ ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. വലിയ പ്രതീക്ഷയാണ് ഇത്തവണ കൊല്ലം കോർപ്പറേഷനിലെ ജനങ്ങൾക്കുള്ളത്. ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പല പ്രതികരണങ്ങളിലൂടെയും മനസ്സിലാകുന്നത്. എന്തായാലും ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില ചെറിയ പ്രശ്നങ്ങൾ രാവിലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതും പ്രധാനമാണ്. അതായത് വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റി നൽകിയതും അതോടൊപ്പം തന്നെ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതുമൊക്കെ അത് വലിയ തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചു. വോട്ടർമാർക്ക് അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ ശരിയാക്കി എടുക്കാൻ പിന്നീട് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയവർക്ക് ചെറിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ബൂത്തുകളുടെ എണ്ണം, അതായത് സാധാരണയായി എല്ലാ ഡിവിഷനുകളിലും ഈ ബൂത്തുകളിൽ 1, 2, 3 എന്ന തരത്തിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ടാകും. അവിടെ തന്നെ പല ഡിവിഷനുകളുടെയും ബൂത്തുകൾ ചിലപ്പോൾ ഒരു കേന്ദ്രത്തിലായിരിക്കും. ഇത്തരം കേന്ദ്രങ്ങളിൽ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവാൻ. ശരി മനോജിലേക്ക് വരാം. ഏതായാലും കൊല്ലത്തെ വിവരങ്ങൾ പ്രാഥമികമായി നൽകുകയായിരുന്നു. കൊല്ലം നീണ്ടകര സെന്റ് ആഗ്നസ് സ്കൂളിന് മുന്നിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി തമ്മിൽ തർക്കമുണ്ടായി തുടങ്ങിയ വാർത്തകളിലേക്കാണ് നമ്മൾ വന്നത്. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി തന്നെ പോകണം. തലസ്ഥാനത്തടക്കം 7 ജില്ലകളാണെന്ന് വിധി എഴുതുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് വോട്ടെടുപ്പ്. രാവിലെ 9:30 വരെ 14.11% സംസ്ഥാനത്തെ ആകെ പോളിംഗ് എടുത്താൽ മനസ്സിലാക്കാനാകുന്നത്. കൊല്ലം ജില്ലയിൽ ആദ്യ 2.5 മണിക്കൂറിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ 15.29%, കൊല്ലം കോർപ്പറേഷനിൽ മാത്രം 12.31%. കോട്ടയം ജില്ലയിൽ 15.01% പോളിംഗ് രേഖപ്പെടുത്തി. 36,630 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ഈ 7 ജില്ലകളിൽ ജനവിധി തേടുന്നത്. പ്രമുഖർ ഉൾപ്പെടെ രാവിലെ വോട്ട് ചെയ്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ, ശാലിനി, കൊല്ലത്ത് നിന്ന് മനോജ്, പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ്, കൊച്ചിയിൽ നിന്ന് നിഷാദ് ദിലീപ്, രേഷ്മ ബാബു, ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ്, ആലപ്പുഴ നഗരസഭയിൽ നിന്ന് സുധീഷ് ഗോപാൽ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ എന്നിവർ ഒപ്പം ചേർന്നു. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്കാണ് പോകുന്നത്. അരുൺ, ഈ ഒരുപക്ഷെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെയും നല്ല പോളിംഗ് ആണ്. ഈ കോട്ടയത്തും കൊല്ലത്തുമൊക്കെ 15% എത്തിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ. ഇത് നൽകുന്ന സൂചന എന്താണ്? ഇപ്പോൾ അരുൺ കൊടുങ്ങൂർ നിൽക്കുന്ന ഇടത്തെ കാഴ്ചകൾ എന്താണ്?
ഇവിടെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുക. ഭാര്യ, മക്കളടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ചോദിച്ച പോലെ തന്നെ എത്രത്തോളം വാശിയേറിയ മത്സരമാണോ നടക്കുന്നത് അതിനനുസരിച്ചുള്ള രീതിയിലേക്കുള്ള ആ ഒരു കൃത്യമായി തന്നെ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത്ര വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് കോട്ടയത്ത് നടക്കുന്നത്. അത് നമ്മൾ കൊട്ടിക്കലാശത്തിൽ കണ്ടതാണ്. ഒരു മാസം നീണ്ട പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നമ്മൾ അത് കൃത്യമായി തന്നെ കാണുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ചാണ്ടി ഉമ്മനും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുതുപ്പള്ളിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും പ്രമുഖരടക്കമുള്ള എല്ലാ ആളുകളും രാവിലെ തന്നെ 7 മണിയോടെ തന്നെ വോട്ട് ചെയ്യാനെത്തി. മാരടക്കം ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾ കൃത്യം 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാനെത്തി. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വികസനത്തിന് വേണ്ടിയായിരിക്കും ഇക്കുറിയുള്ള ജനവിധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗ്രാമ നഗര വ്യത്യാസമില്ല, എല്ലായിടങ്ങളിലും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അതിന് ജനങ്ങൾ ഇക്കുറി ഒരു അംഗീകാരം നൽകുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി വോട്ട് ചെയ്യാനെത്തിയിരുന്നു. 7 മണിയോടെയാണ് പാലായിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. പ്രമുഖരൊക്കെ തന്നെയും വോട്ട് രേഖപ്പെടുത്തി പോകുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും അതൊക്കെ തന്നെ ഈ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നു. ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോഴത്തേക്കും 15% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം എത്തുന്നു. എല്ലാ ഇടങ്ങളിലും അങ്ങനെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ചാണ്ടി ഉമ്മൻ പുറത്തേക്ക് വരും. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം UDF സംബന്ധിച്ചോളം വലിയ ആരോപണങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെയൊക്കെ തന്നെ കടന്നു പോകുന്ന ഒരു സമയമാണ്. എന്തായാലും ആ ഒരു വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പ്രതികരണം നടത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്ക് ശേഷം മന്ത്രി VN വാസവൻ കോട്ടയം ജില്ലയിലാണുള്ളത്. കോട്ടയം ജില്ലയിൽ പാമ്പാടിയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹവും വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടി പ്രതികരണം ഉണ്ടാകും. എന്തായാലും വലിയൊരു പോരാട്ടം തന്നെയാണ് കോട്ടയത്ത് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു പരീക്ഷണശാലയാണ്. പ്രത്യേകിച്ച് ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് വന്നതിന് ശേഷമുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ അത് തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രണ്ടാം കക്ഷി ആര്, മുന്നണിയിലെ രണ്ടാം കക്ഷി CPI ആണോ അതോ കേരള കോൺഗ്രസ് M ആണോ എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നു. അതിനൊക്കെയുള്ള ഉത്തരം നൽകേണ്ട ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് കൂടിയാണ്. താഴെത്തട്ടിലുള്ള ജനവിധി എന്ത് എന്നുള്ള ഒരു കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നണികൾക്ക് പുറത്തേക്ക് ഈ പ്രാദേശിക കക്ഷികൾക്ക് കൂടി അത് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നവരും വോട്ട് ചെയ്തതിനു ശേഷം ചാണ്ടി ഉള്ളവർ പുറത്തേക്ക് വരികയാണ്. ഇതിനുശേഷം അവരുടെ പ്രതികരണം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വണ്ടി ഡ്രൈവർ നോക്കിയ റോഡ് യെസ്, അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകി വന്നത്.